അങ്കമാലിയിൽ വൻ കഞ്ചാവ് വേട്ട 100 കിലോയിലധികം കഞ്ചാവാണ് ഈ അങ്കമാലിയിൽ നിന്നും പിടികൂടിയിരിക്കുന്നത്. 4 ഇതര സംസ്ഥാന തൊഴിലാളികളിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. ഒഡീഷയിൽ നിന്ന് കൊണ്ടുവന്ന കഞ്ചാവാണ് പിടികൂടിയത്. രേഷ്മ ബാബു കൊണ്ട് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. രേഷ്മ, വലിയൊരു കഞ്ചാവ് വേട്ട, അതും ഒഡീഷയിൽ നിന്നുമാണ് എത്തിയത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. എന്താണ് ഈ ഇതര സംസ്ഥാന തൊഴിലാളികളിൽ നിന്നും അന്വേഷണ സംഘത്തിന് അറിയാൻ ലഭിച്ച കാര്യം? അശ്വതി, രാഖി, രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എക്സൈസ് സംഘം ഈ കഞ്ചാവുമായിട്ട് 4 പേരെ പിടികൂടിയിട്ടുള്ളത്. 4 പേരും ഒഡീഷയിൽ നിന്നാണ് കഞ്ചാവ് കൊണ്ടുവന്നത്. ഒഡീഷ സ്വദേശികൾ തന്നെയാണ്. അതായത് കറുകുറ്റി റെയിൽവേ സ്റ്റേഷന് മുൻവശത്ത് നിന്നുമാണ് ഈ 4 പേരെയും പിടികൂടിയത്. നേരത്തെ ഈ പറയുന്ന എക്സൈസ് സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയാണ് ഈ 4 പേരെയും പിടികൂടിയിട്ടുള്ളത്. 100 കിലോയിലധികം കഞ്ചാവ് പിടികൂടിയിട്ടുണ്ട്. ബാഗുകളിൽ, ട്രെക്കിംഗ് ബാഗുകളിലാക്കിയാണ് ഒഡീഷയിൽ നിന്നും കഞ്ചാവ് ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇവരുടെ പേരുകൾ എന്ന് പറയുന്നത് ബാലഭദ്ര ധരുവ, ലക്ഷ്മൺ പത്ര, തരാശ്വർ പത്ര, പ്രദീപ് ഗഡ്ഡെ എന്നിവരാണ് പിടിയിലായിട്ടുള്ളത്. 5 വർഷത്തിനിടെ നടന്ന ഏറ്റവും വലിയ കഞ്ചാവ് വേട്ടയാണിത്. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായിട്ട് എക്സൈസ് സംഘമാണ് ഈ 4 പേരെയും പിടികൂടിയിട്ടുള്ളത്. നേരത്തെ ഓപ്പറേഷൻ തണ്ടർ ഉറങ്ങിക്കിടക്കുകയാണെന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ കൃത്യമായിട്ട് നടപടികളൊക്കെ തന്നെ എക്സൈസ് സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉച്ചയ്ക്ക് 2 മണിക്ക് എക്സൈസ് സംഘം ഒരു പ്രസ് മീറ്റ് വെച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിടും എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും ഈ 4 പേരെയും കൂടുതലായിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട്. 100 കിലോയിൽ, ഏകദേശം 110 കിലോയിലധികം കഞ്ചാവുണ്ടെന്നാണ് നിഗമനം. ശരി രേഷ്മ, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും അങ്കമാലിലാണ് ഇത്തരത്തിൽ വൻ കഞ്ചാവ് വേട്ട. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഒഡീഷയിൽ നിന്നെത്തിയതാണ് ഈ കഞ്ചാവ്. ഒപ്പം 4 ഇതര സംസ്ഥാന തൊഴിലാളികളാണ് പിടിയിലായത് എന്നുള്ള വിവരം കൂടിയാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്.